തിരികെ വാർത്തയിലേക്ക് വരുമ്പോൾ അറബിക്കടലിൽ ചരക്ക് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം. ഗുജറാത്ത് തീരത്തിനടുത്ത് വെച്ചാണ് സംഭവമുണ്ടായത്. ആക്രമണത്തെ തുടർന്ന് കപ്പലിൽ സ്ഫോടനവും അഗ്നിബാധയും ഉണ്ടായെങ്കിലും ആർക്കും പരിക്കില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്ന് പെന്റഗൺ അറിയിച്ചു. സുബി വിശ്വനാഥൻ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. സുബി, ഒരു ഡ്രോൺ ആക്രമണത്തിന് പിന്നിൽ ആര് എന്നുള്ള ചോദ്യത്തിലേക്ക് എത്താൻ ആയിട്ടുണ്ടോ? ഡ്രോൺ ആക്രമണത്തിന് പിന്നിൽ ആരാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ അമേരിക്ക ഇതുമായി ബന്ധപ്പെട്ട ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാനാണ് ഡ്രോൺ ആക്രമണത്തിന് പിന്നിൽ എന്നാണ് പെന്റഗൺ പറയുന്നത്. ഒപ്പം തന്നെ ഈ കപ്പൽ എന്ന് പറയുന്നത് ജാപ്പനീസ് ഉടമസ്ഥതയിലുള്ള കപ്പലാണ് എന്നും അമേരിക്ക വാർത്താക്കുറിപ്പിൽ പറയുന്നു. അല്പസമയം മുമ്പാണ് അമേരിക്ക ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. ഇപ്പോഴും അഭ്യൂഹം നിലനിൽക്കുകയാണ്. എന്നാൽ അമേരിക്കയുടെ ഈ ആരോപണത്തെ ഇപ്പോൾ ഇറാൻ നിഷേധിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് ഡ്രോൺ ആക്രമണവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ഹൂതികളുടെ ആക്രമണത്തിന് സർക്കാരിനെ വലിച്ചിഴക്കേണ്ട എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചെങ്കടലിൽ കഴിഞ്ഞ ഏതാനും കാലങ്ങളായി, പ്രത്യേകിച്ചും ഈ ഹമാസ് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഈ ചരക്ക് കപ്പലുകൾ ആക്രമിക്കുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഹൂതി വംശജരാണ് ഇതിന് പിന്നിൽ എന്നാണ് കരുതുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു സംശയം നിലനിന്നിരുന്നു. ആ ഒരു സംശയവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഈ ശനിയാഴ്ച രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഗുജറാത്ത് തീരത്തിലെ വരാവൽ എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽ അകലെ 10 മണിയോടുകൂടിയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ഡ്രോൺ വന്ന് ഇടിച്ച് അവിടെ അഗ്നിബാധയും അതുപോലെ ചില്ലറ അസ്വസ്ഥതകളും മറ്റും ഉണ്ടായെങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് പറയുന്നത്. ഏതാണ്ട് 20ഓളം ഇന്ത്യൻ ക്രൂ അതിനകത്ത് ഉണ്ട് എന്നും പറയുന്നു. ഏതായാലും ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും സംഭവ സ്ഥലത്തേക്ക് ആ സമയം തന്നെ എത്തുകയും ഈ കപ്പൽ അറ്റകുറ്റപ്പണികൾക്കായി ഈ മുംബൈയിലേക്ക് കൊണ്ടുവരികയുമാണ്. ഏതായാലും നാളെയോടുകൂടി മുംബൈയിൽ ഈ കപ്പൽ എത്തിച്ചേരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൗദി അറേബ്യയിൽ നിന്ന് എണ്ണയുമായി വരികയായിരുന്ന കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. നന്ദി. സുബി വിശ്വനാഥനാണ് വിവരങ്ങൾ